Welcome to Engineering Graphics Session 4. So, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കുകൾ കവർ ചെയ്തു പോയപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറയാതെ പോയൊരു കാര്യമുണ്ട് സ്കെയിൽസിനെ കുറിച്ച്. സോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു സ്കെയിൽ. അത് കുറച്ച് ലേറ്റ് ആയി പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ടു ഓൾ ഓഫ് യു. So scales are used to draw bigger size objects like building, roadway, machine parts, etc. in a paper. In a reduced size. ആക്ച്വലി നമുക്ക് വലിയ ബിൽഡിങ്സും റോഡ്വേസും മെഷീൻ പാർട്സും ഒക്കെ നമുക്ക് അതേ സൈസിൽ തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാറുണ്ട്. സോ നമ്മൾ ആ റെഡ്യൂസ്ഡ് സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് സ്കെയിൽസ് കാണിക്കാറ്. ഓൾസോ സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ഡ്രോ വെരി സ്മോൾ ഒബ്ജക്ട്സ് ലൈക്ക് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സിന്റെ എന്തെങ്കിലും പാർട്സ്, വാച്ചിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ചെറിയ പാർട്സ്, അതെല്ലാം നമ്മൾ പേപ്പറിലോട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് എൻലാർജ്ഡ് സൈസ്, കാരണം നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്സ് ഒക്കെ നമ്മൾ അത്രയും മൈന്യൂട്ട് ആയിട്ട് തന്നെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ പറ്റത്തില്ല. സോ അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് എൻലാർജ് ചെയ്ത് വരയ്ക്കാം. ഈ രണ്ട് പോയിന്റിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ബിഗർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഒബ്ജക്റ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാനും അതുപോലെ തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എൻലാർജ് ചെയ്ത് വരയ്ക്കാനും സ്കെയിൽസ് റെപ്രസെന്റ് ചെയ്ത് നമുക്ക് കാണിക്കാം. സോ റെഡ്യൂസ്ഡ് സൈസും എൻലാർജ്ഡ് സൈസും രണ്ട് വാക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. So it is not always possible to draw drawings of an object to its actual size. If we try to draw building drawing to its original size, paper will not be available to that size. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റുന്നതാണ്, നമ്മുടെ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ പരിമിതമായ അളവിലുള്ളതാണ്. സോ അതിന് മുകളിലേക്കുള്ള ഒരു സൈസിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നമുക്ക് വരയ്ക്കാൻ പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കാം. ഇല്ല, നമുക്ക് വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ, നമ്മുടെ വലിയ പേപ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, എൻലാർജ് ചെയ്ത് വരയ്ക്കാം. സോ ആക്ച്വൽ സൈസിൽ വരയ്ക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ വളരെ കുറവായിരിക്കും. Also, even if you draw, we cannot read the drawing conveniently. So we have to reduce the size and draw on a paper. For example, building size is reduced by 50 times. അതായത് ആക്ച്വൽ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ 50 ടൈംസ് അതിനെ റെഡ്യൂസ് ചെയ്തു. സോ ദ സ്കെയിൽ നമ്മൾ എങ്ങനെ കാണിക്കും, 1:50 സ്കെയിൽ ആണെന്ന് പറയും. സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ഡ്രോ എ ഡ്രോയിങ് ആസ് ഇറ്റ് ഫുൾ സൈസ്. അതായത് 1:1 ആണ് നമ്മൾ ഫുൾ സൈസ് വരയ്ക്കുന്നത്. റെഡ്യൂസ്ഡ് സൈസ് ആണെങ്കിലോ നമുക്ക് അതിനെ 1:2 അല്ലെങ്കിൽ 1:3 ഓർ 1:20 എന്ന് വരെ കാണിക്കാം. ഇല്ല, നമ്മൾ എൻലാർജ്ഡ് സൈസ് ആണ് കാണിക്കുന്നെങ്കിലോ 2:1 അല്ലെങ്കിൽ 4:1 ഓർ 20:1 അല്ലെങ്കിൽ 100:1 എന്ന് വരെയൊക്കെ നമുക്ക് കാണിക്കാം. അതായത് വളരെ വലിയ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കാണിക്കണമെങ്കിൽ 1:2 എന്നുള്ള ആ ഒരു പാറ്റേണിൽ നമുക്ക് പോവുക. അല്ല, എൻലാർജ് ചെയ്ത് കാണിക്കുന്നെങ്കിൽ 2:1, 4:1. 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നമ്മളിപ്പം XY എന്ന് എടുക്കുവാണെങ്കിൽ റെഡ്യൂസ്ഡ് സൈസ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എപ്പോഴും 1 തന്നെ ആയിരിക്കും, വൈയുടെ വാല്യൂ ആയിരിക്കും വേരി ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ എന്തോ വലിയ ഒരു ഒബ്ജക്റ്റിനെ റെഡ്യൂസ് ചെയ്ത് കാണിക്കുന്നു, അതിനാണ് വൈ വേരി ചെയ്യിപ്പിച്ചത്. അതേസമയത്ത് എൻലാർജ് ചെയ്ത് കാണിക്കുന്നെങ്കിലോ നമ്മൾ XY എന്ന് എടുക്കുന്ന ആ റേഷ്യോ, അതിന്റെ എക്സ് മാത്രം നമുക്ക് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, വൈ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 1 എന്ന് തന്നെ ഇരിക്കും. So usually in engineering drawing, the full size drawing of the object are drawn in the scale ratio 1:1. So നമുക്ക് അതിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി എടുക്കാം. അതായത് ഇപ്പൊ റെഡ്യൂസ്ഡ് സ്കെയിലിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോ ഞാനിവിടെ കണ്ടത് 100 ആണ് അതിന്റെ, അത് സെന്റിമീറ്ററോ മില്ലിമീറ്ററോ മീറ്ററോ എന്ത് തന്നെ ആയിക്കോട്ടെ, 100 എന്ന് പറയുന്ന ഒരു വാല്യൂ. അപ്പൊ ഈ 100 എന്ന് പറയുന്ന ഒരു വാല്യൂലുള്ള ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് എന്റെ ടിഷ്യൂ പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, കാരണം അതിനും ഔട്ട് ഓഫ് ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സോ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു സ്കെയിലിൽ തന്നെ വരയ്ക്കുമായിരുന്നെങ്കിൽ ഞാൻ 1:1 എന്ന് വരയ്ക്കായിരുന്നു, പേപ്പർ എന്റെ കറക്റ്റ് ആയിരുന്നെങ്കിൽ. പക്ഷെ എനിക്കിത് പറ്റത്തില്ല, എനിക്കിതിനെ റെഡ്യൂസ് ചെയ്യണം. സോ ഞാൻ പറയുവാണ് 1:2 ഞാൻ വരച്ചത്. അതായത് ഞാൻ ഈ 100 സെന്റിമീറ്റർ ആണ് ഇതെങ്കിൽ ഞാൻ അത് 50 സെന്റിമീറ്റർ എന്നാണ് വരച്ചിരിക്കുന്നത്. അതായത് 50 സെന്റിമീറ്ററിലുള്ള ഒരു ക്യൂബിനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്കെയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, 1:2. അതായത് 1:2 എന്താണ്, അതിനെ റെഡ്യൂസ് ചെയ്തു. അതായത് 100നെ ഞാൻ 2 സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചു, 2 ആക്കി. ഇനി എനിക്ക് ഈ 100നെ ഞാൻ എനിക്ക് ഇത്തിരിയോടെ ചെറുതാക്കി വരയ്ക്കണം. ഞാൻ എന്ത് ചെയ്തു, 1:4 കൊടുത്തു. അതായത് 25 സെന്റിമീറ്ററിൽ ഞാൻ ഇതിനെ ഒബ്ജക്റ്റിനെ വരച്ചു. പക്ഷെ ആക്ച്വൽ ആയിട്ടുള്ളത് എന്താണ്, 100 സെന്റിമീറ്റർ ആയിരുന്നു. ഞാൻ പക്ഷെ 25 സെന്റിമീറ്ററിലാണ് വരച്ചത്. പക്ഷെ ഞാൻ ആ പേപ്പറിന്റെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നത് എന്ത്, 1:4 ഞാൻ വരച്ചതെന്ന്. ആക്ച്വൽ ഡ്രോയിങ്ങിന്റെ 4 ടൈംസ് ഞാൻ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു.
അതേപോലെ തന്നെ എനിക്ക് ഇതിനെ വീണ്ടും ചെറുതാക്കി വരയ്ക്കാം, 1:20 വരയ്ക്കാം. അപ്പം 5 സെന്റിമീറ്ററിൽ വരെ എനിക്ക് ഇതിനെ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാർജ് ഒബ്ജക്റ്റിനെ വളരെ ചെറുതാക്കി കൊണ്ടുപോവാം. അപ്പൊ അതിന്റെ സ്കെയിൽ എങ്ങനെ വേരി ചെയ്യും, 1:2, 1:4, 1:20 അങ്ങനെ പോകും. XY എന്നെടുത്താൽ ഈ Y മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അതിനെന്താണ് റെഡ്യൂസ്ഡ് സ്കെയിലിന്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എങ്ങനെ വരുന്നത്, എൻലാർജ് സ്കെയിൽ വരുന്നത്. ഇപ്പൊ എനിക്ക് വളരെ ചെറിയ ഒരു ഒബ്ജക്റ്റ് അതിന്റെ 2 സെന്റിമീറ്റർ എടുത്തു, 2 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ വലുതാക്കി വരയ്ക്കണം, ക്ലിയർ ആയിട്ട് കാണണം. അപ്പൊ വലുതാക്കി വരയ്ക്കണം. എന്ത് ചെയ്യുന്നു, 1:1 വേണം ആക്ച്വലി എനിക്ക് വരയ്ക്കായിരുന്നു. ഞാൻ ഇതിന് ഇച്ചിരി വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിന് 2 സെന്റിമീറ്റർ ആയിരുന്നു, ഞാൻ 4 സെന്റിമീറ്റർ ആക്കി. അപ്പൊ എന്ത് തോന്നുന്നു, 2:1 എന്ന് എടുത്തു. ഇല്ല, ഞാനിതിപ്പം 4:1 റേഷ്യോ എടുത്തു. അതായത് ഞാൻ ഈ 2 സെന്റിമീറ്റർ എന്നുള്ളതിനെ 8 സെന്റിമീറ്റർ ആക്കി. കുഴപ്പമില്ല, ഞാൻ സ്കെയിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് 4:1 ഞാൻ എടുത്തതെന്ന്. അതായത് എൻലാർജ് ചെയ്യിപ്പിക്കുക, ചെറിയ ഒബ്ജക്റ്റിനെ വലുതാക്കിക്കൊണ്ടിരിക്കുക. 5:1 എടുത്തു, 10 സെന്റിമീറ്ററിൽ വരും. അപ്പൊ ഈ അളവിലാണ് എന്ത്, റെഡ്യൂസ്ഡ് സ്കെയിലും ഉണ്ട്, എൻലാർജ് സ്കെയിലും ഉണ്ട്. സോ ഇപ്പൊ ഈ ഒരു ഇതിൽ റെഡ്യൂസ്ഡ് സ്കെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവര്. ഇതിപ്പോ 100 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടായിരുന്നു, ഇത് 500 ഉണ്ടായിരുന്നു. റെഡ്യൂസ്ഡ് സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. അപ്പൊ 1:1 ആണ് ഇത്. 1:2 ആക്കിയപ്പോ എന്ത് വന്നു, 500, 250 എന്ന് വന്നു. ഇതിനെ വേണമെങ്കിൽ 1:4 ആക്കാം, വീണ്ടും ഇതിനെ ചെറുതാവും. അതേസമയത്ത് തിരിച്ചു വന്ന് ആലോചിച്ച് നോക്കി, ഇതിനെ വലുതാക്കണം. അപ്പം 1:1 ആയിരുന്നു, ഇതിനെ ഞാൻ വലുതാക്കി. അപ്പൊ ഇവിടുത്തെ സ്കെയിൽ മാറും, അതായത് 2:1 എന്നാണ്. റിഡക്ഷൻ സ്കെയിൽ എന്നാണ് ഇവിടെ ഇരിക്കുന്നത്, അത് ഇവിടുന്ന് ഇങ്ങോട്ട് റെഡ്യൂസ് ചെയ്താണ്. തിരിച്ച് ഇതിനെ ഇങ്ങോട്ട് ആക്കാനായിട്ട് ഞാൻ ഇതിനെ വലുതാക്കി വരയ്ക്കാൻ പോകും. അപ്പൊ ഇതിനെ എൻലാർജ് സ്കെയിൽ എന്നാക്കും. 1:2 എന്നുള്ളത് റിഡക്ഷൻ സ്കെയിലുള്ളത്. ഇതിപ്പം എൻലാർജിങ് സെക്ഷൻ ആണെങ്കിൽ എന്ത് വരും, ഈ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ഈ രീതിയിലാണ് നമ്മൾ സ്കെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ coming to the topic, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. സോ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, പോയിന്റിനെയാണ് നമ്മൾ പ്രൊജക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മെയിൻലി നമ്മൾ കൂടുതലും കണ്ടിരുന്നത് എന്താണ്, നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ ആണ് നോക്കിയത്. നമ്മൾ VP HP എന്നുള്ള പ്ലെയിൻ എടുത്തെന്നും നമ്മൾ 4 ക്വാഡ്രന്റുകളൊക്കെ എടുത്തും ആ ക്വാഡ്രന്റുകളിലൊക്കെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് അതിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എല്ലാം നമ്മൾ എങ്ങനെയൊക്കെ വരയ്ക്കുന്നതെന്ന് കണ്ടു. ആ ബേസിക് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പം നിലവിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വന്നു. അതായത് പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കുന്ന പോയിന്റിന്റെയാണ്. അത്ര വലിയ ഒബ്ജക്റ്റ് ആയിരുന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി, പക്ഷെ അപ്പോൾ പോയിന്റിനെ എങ്ങനെ കാണാം, നമുക്ക് അതിലേക്ക് കിടക്കാം. പോയിന്റ് റെപ്രസെന്റ് എ ലൊക്കേഷൻ ഇൻ സ്പേസ്. ഏതൊരു സ്പേസിൽ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്തെടുക്കുകയാണ്, ഒരു പോയിന്റ് എന്ന് നമ്മൾ പറയുകയാണ്. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ജിയോമെട്രിക്കൽ എൻറ്റിറ്റി, സിംപ്ലി പൊസിഷൻ ബട്ട് നോ മാഗ്നിറ്റ്യൂഡ്. പോയിന്റ് ഈസ് ഒബ്റ്റെയിൻഡ് wherever two straight അല്ലെങ്കിൽ curved lines intersect ചെയ്യുമ്പോൾ നമുക്കൊരു പോയിന്റ് ലഭിക്കും. Point is usually represented by a dot or a very small circle. Projection of point have no practical significance, hence it serves the basics for projection line, അതുപോലെ projection of planes, projection of solid. ഇത് projection of points നമ്മൾ മെയിൻലി പഠിക്കുന്ന projection of lines ഉം അതുപോലെ projection of planes ഉം അതുപോലെ projection of solids ന്റെ ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് പഠിക്കുന്നത്. സോ വീണ്ടും നമ്മൾ ക്വാഡ്രന്റിനെ കാണുവാണ്. ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇതും ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ ഇതാണ്. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിസിബിൾ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒരു പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെ വെക്ടർ ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പൊ അറിയാവുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, VP എന്ന് വിളിക്കാം. വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ഇതെന്താണ്, സ്വാഭാവികമായിട്ടും അതിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മെൻഷൻ ചെയ്യും, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത്ര mm above HP in front of VP. അതാണ് എന്ത്, ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മളിപ്പോ തേർഡ് ക്വാഡ്രന്റിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മെൻഷൻ ചെയ്യും, അതായത് below HP behind VP അല്ലെ. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ നമ്മൾ അതിനെ എങ്ങനെ പറയും, behind VP above HP. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ below HP in front of VP. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, ക്വാഡ്രന്റിൽ ഒരു 4 ക്വാഡ്രന്റ് ഉണ്ടെന്നും ആ ക്വാഡ്രന്റിൽ എന്തെങ്കിലും ഒബ്ജക്റ്റോ അല്ല എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് എങ്ങനെയാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാല് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ഇതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമ്മൾ ഓരോ ഒബ്ജക്റ്റ് വെച്ച് അതിന്റെ വ്യൂവേഴ്സ് ഒക്കെ കണ്ടത്. അതില് സെക്കൻഡും ഫോർത്തും നമ്മൾ എടുക്കില്ല എന്നും ഒക്കെ ഒബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു. കാരണം അത് ഓവർലാപ്പിംഗ് വരുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിനും തേർഡ് ക്വാർട്ടറിനും ആണ് എടുക്കുന്നത്. HPVP ഇത് റെഫറൻസ് ലൈൻ ആണെന്നൊക്കെ അറിയാലോ. ഈ XY എന്ന് പറയുന്ന എല്ലാ റെഫറൻസ് ലൈൻ ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എങ്കിലും ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. ഈ XY എന്ന് പറയുന്ന എല്ലാ റെഫറൻസ് ലൈൻ ആണ്. അപ്പൊ എബോവ് റെഫറൻസ് ലൈൻ നമ്മൾ ഈ പ്ലെയിനെ, അതായത് ഈ ഒരു ഇതിന്റെ വേറൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ HP എന്ന് പറയുന്ന ഈ പ്ലെയിൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. 90 ഡിഗ്രി ഉള്ളൂ, 360 ഡിഗ്രി ഒന്നും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ HP പ്ലെയിനും എന്ത് ചെയ്യാം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്ലെയിനെ ഇവിടം വരെ കൊണ്ടു നിർത്തുക, അതായത് 90 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ്. ഇതിനെ നമുക്ക് അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം 90 ഡിഗ്രി. സോ ഇങ്ങനെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയിൻ ഫുൾ ആയിട്ട് ലഭിക്കും. അത് ഫസ്റ്റ് ക്വാർട്ടറിനാണ് അങ്ങനെ ലഭിക്കുക. സെക്കൻഡ് ക്വാർട്ടറിന് അങ്ങനെ ലഭിക്കില്ല, കാരണം ഈ പ്ലെയിൻ ഇങ്ങോട്ടാണ് എന്താ പറയാ റിവോൾവ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു വ്യൂ വരച്ച് ഇത് ഓവർലാപ്പ് ആയി പോകും. സെക്കൻഡ് ക്വാർട്ടർ നമ്മൾ എടുക്കാറില്ല. തേർഡ് ക്വാർട്ടറിൽ വരുമ്പോഴും ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് 90 ഡിഗ്രി അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. സോ ഇവിടെ നമുക്കൊരു പ്ലെയിൻ കിട്ടും. തേർഡിലാണ് നമുക്ക് അങ്ങനെ ഒരു പ്ലെയിൻ വരുന്നത്. അതേപോലെ ഫസ്റ്റിൽ നമുക്ക് വരും. ഓൾറെഡി ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പഴയ തൊട്ട് മുമ്പുള്ള ക്ലാസിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എങ്ങനെയാണ് ആ പ്ലെയിൻസ് ഒക്കെ നമ്മൾ എടുത്തതെന്നും ഏതൊക്കെ പ്ലെയിൻ ആണ് ഒഴിവാക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഇനി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, എബോവ് HP, ഇൻ ഫ്രണ്ട് ഓഫ് VP, എബോവ് HP, ബിഹൈൻഡ് VP, ബിലോ HP, ബിഹൈൻഡ് VP, ബിലോ HP, ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്ത് ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആണെങ്കിൽ എങ്ങനെയാണ്, അതുപോലെ സെക്കൻഡ് ക്വാർട്ടറിന്റെ ആണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ എങ്ങനെ പറയുക, ഇത്ര എബോവ് HP, ഇത്ര ബിഹൈൻഡ് VP. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാർട്ടറിൽ പറയുന്നത്. ഇനി ഇത് കൂടാതെ ഇൻ പ്ലെയിൻ, അതായത് ആ പ്ലെയിനിൽ തന്നെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെങ്ങനെ പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ഈ പോയിന്റ് ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ പ്ലെയിനിലോട്ട് നമ്മൾ കയറി ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു ഒബ്ജക്റ്റ് ഈ പ്ലെയിനിലെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരു പോയിന്റ് ഈ പ്ലെയിനിൽ ഇരിക്കുക എന്നൊന്നും നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മൾ ആകെ 4 ക്വാർട്ടറിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ സ്പെഷ്യൽ കേസ് ആയിട്ട് ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് ഏതൊരു പോയിന്റോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോ ഏത് പ്ലെയിനിൽ വേണമെങ്കിലും ഇരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ പ്ലെയിൻ ഓൺ VP എബോവ് HP. എബോവ് HP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എബോവ് HP എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിന് മുകളിൽ അല്ലെങ്കിൽ ഇവിടെ. ഓൺ VP എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് എബോവ് HP ആണ്. അതായത് ഓൺ VP ആണ് പക്ഷെ എബോവ് HP ആണ്. അപ്പൊ ഏകദേശം ഈ പോയിന്റിലോട്ട് അല്ലെങ്കിൽ ഇവിടെ ആയിട്ടായിരിക്കും ആ ഒരു പ്ലെയിനിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് നമുക്ക് പറയാം. അങ്ങനെ ഇതെല്ലാം നമ്മുടെ പ്ലെയിനിലേക്ക് കയറി വരുന്നു. അപ്പൊ പ്ലെയിനിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ മെൻഷൻ ചെയ്യുന്നത്? ഓൺ HP, ബിഹൈൻഡ് VP, ഓൺ VP, ബിലോ HP, ഓൺ HP, ഇൻ ഫ്രണ്ട് ഓഫ് VP. അങ്ങനെ സ്പെഷ്യൽ കേസ്. അതെല്ലാം നമുക്കൊരു ഇമേജ് വെച്ച് തന്നെ നോക്കാം. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തില്ല. സോ പോയിന്റ്സ് ഒക്കെ ക്വാഡ്രന്റിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ഇമേജിലൂടെ നമുക്ക് മനസ്സിലാവും. എല്ലാ ക്വാഡ്രന്റിലും ഓരോ പോയിന്റ് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിനെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇത്ര എബോവ് HP, ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് VP, ഇത്ര ബിഹൈൻഡ് VP, ഇത്ര എബോവ് HP. അതുപോലെ ഈ തേർഡ് ക്വാർട്ടറിലുള്ള പോയിന്റ് ആണെങ്കിൽ ഇത്ര ബിലോ HP, ഇത്ര ബിഹൈൻഡ് VP. ഈ പോയിന്റാണ് നമ്മൾ പറയുന്നത് ഇത്ര ബിലോ HP, ഇത്ര ഫ്രണ്ട് ഓഫ് VP. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിന്റുകൾ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. നേരത്തെ ഒബ്ജക്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ നമ്മൾ പോയിന്റിലേക്ക്, അതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് മെയിൻലി നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കുന്നത് മുന്നോട്ട് വരുന്ന ലൈൻസും ഒബ്ജക്ട്സും ഒക്കെ വരുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് വരയ്ക്കാനും എടുക്കാനും ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിലൂടെ കടന്നു പോകുന്നത്. സോ ഇപ്പൊ ഒരു പോയിന്റ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇരിക്കുക, നമ്മൾ ഇതിനെ എങ്ങനെ മെൻഷൻ ചെയ്യും? പോയിന്റ് B, അതായത് ഈ പോയിന്റ് B ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബോവ് HP. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് VP, ഇൻ ഫ്രണ്ട് ഓഫ് VP, എബോവ് HP. ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. നമ്മൾ അതിനൊരു സ്ഥാനവും കൊടുക്കുക. When the point B is in first quadrant, it is defined as in front of VP, above HP. നെക്സ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു പോയിന്റ് ഇരിക്കുക.
പോയിന്റ് ഇത്ര വലുതാക്കി വരച്ചിരിക്കുന്നത് നമുക്ക് അത്ര നല്ല രീതിയിൽ കാണാൻ വേണ്ടിയാണ്. ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണല്ലോ, ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്, കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയൊരു പോയിന്റ് വരച്ചിരിക്കുന്നത്. സോ പോയിന്റ് ബി ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ബിഹൈൻഡ് വി പി എബോവ് എച്ച് പി. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, എങ്കിലും ബോറാവാതിരിക്കുക. നമ്മൾ ആ പൊസിഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ എടുത്തെടുത്ത് പറയുന്നത്. തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിലാകുമ്പോൾ ഈ പോയിന്റ് നമ്മൾ എങ്ങനെ മെൻഷൻ ചെയ്യുമെന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയേ. ഇപ്പൊ പോയിന്റ് എവിടെ ഇരിക്കുന്നത്? അതായത് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി. സിമ്പിൾ ആണ്. when the point B is in third quadrant, it is defined as behind the VP and below the HP. So next വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കി. അതായത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാം? ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? the point B is in fourth quadrant, it is defined as in front of VP below HP. അപ്പൊ നമ്മൾ 4 ക്വാഡ്രന്റുകളിൽ ഒരു പോയിന്റ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ സ്പെഷ്യൽ കേസ് നോക്കുക. നേരത്തെ പറഞ്ഞു 9 എണ്ണം ഉണ്ട്, അതിൽ 4 എണ്ണം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി 5 സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവും. ഹിയർ ദ പോയിന്റ് ഈസ് ഓൺ ദി എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് പോയിന്റ് ഈസ് ഓൺ എച്ച് പി. എച്ച് പിയിൽ ഇത് എവിടെ വേണമെങ്കിലും വരാം. ഈ എച്ച് പിയിൽ ഏത് പൊസിഷന് വേണമെങ്കിലും അതിന് വരാം. ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, എവിടെ വേണമെങ്കിലും ആവാം. പറഞ്ഞിരിക്കുന്നത് എന്താ? ഹിയർ ദ പോയിന്റ് ഈസ് ഓൺ ദ എച്ച് പി എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അടുത്ത വരിയിലേക്ക് നമ്മൾ കിടക്കുക. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഇതിന് ഫ്രണ്ടിലോട്ടുള്ള ഏത് പോർഷനിൽ വേണമെങ്കിലും. പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ എബോവ് എച്ച് പി എന്ന് പറയണമായിരുന്നു. ഇതിപ്പോ എന്ത് പറഞ്ഞിരിക്കുന്നത്? പോയിന്റ് ഓൺ ദി എച്ച് പി. അപ്പൊ പോയിന്റ് ദാ എച്ച് പിയിൽ തന്നെയാണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് എച്ച് പിയിലാണ്, ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നെക്സ്റ്റ് പോയിന്റ് അവർ പറയുന്നത് പോയിന്റ് ഈസ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് പോയിന്റ് ഇരിക്കുന്നത് എബോവ് ദി എച്ച് പി. അപ്പൊ എച്ച് പിക്ക് മുകളിലും വി പിയിലുമായിട്ടാണ് പോയിന്റ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ പോയിന്റിനെ വരച്ചു. അതാണ് അതിന്റെ പൊസിഷൻ. അതിന്റെ ടേംസ് നമ്മൾ മനസ്സിലാക്കണം. പോയിന്റ് ഈസ് ഓൺ ദി വി പി ആൻഡ് എബോവ് ദി എച്ച് പി. നെക്സ്റ്റ് വൺ, ഈ ഇമേജിലോട്ട് നോക്കാവുന്ന ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഹിയർ ദ പോയിന്റ് ഈസ് ഓൺ ദി എച്ച് പി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയാ, എച്ച് പിയിലെ പോയിന്റ് ഉണ്ട്. ബിഹൈൻഡ് വി പി സെക്കൻഡ് ക്വാഡ്രന്റിലെ വരും. അതായത് എച്ച് പിയിലാണ് പോയിന്റ് ഇരിക്കുന്നത്. അതായത് ഓൺ ദി എച്ച് പിയും ബിഹൈൻഡ് വി പി. വി പിക്ക് പുറകിലും എച്ച് പിയിലുമായിട്ടാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. നെക്സ്റ്റ്, here the point is on the VP and below the HP. VP യിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്, below HP. below HP എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിലാണ്. So next, point is on the VP and HP. രണ്ടിലും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അത് ഏത് ക്വാഡ്രന്റിലോട്ട് വരുമെന്ന് നോക്കിയാൽ ഫസ്റ്റിലാണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? Here the point is on the VP and HP. VP ക്കും HP ക്കും അത് ആ ലൈനിൽ തന്നെയാണ് എന്ത് ഇരിക്കുന്നത്? പോയിന്റ് ഇരിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും നേരം കണ്ട പോയിന്റുകൾ ഏത് പൊസിഷൻ ആണ് എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ ഇത്രയും സ്പെഷ്യൽ കേസുകളും അതുപോലെ തന്നെ ക്വാഡ്രന്റിലൊക്കെ ഏത് ക്വാഡ്രന്റിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയാണ് ഈ അതായത് പ്ലെയിൻ എബോ അല്ലെങ്കിൽ ആ പ്ലെയിൻ ഇൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഈ പ്ലെയിനിന്റെ എബോ ഈ പ്ലെയിനിന്റെ ഇൻ ഫ്രണ്ട് അല്ലെങ്കിൽ ബിഹൈൻഡ് അല്ലെങ്കിൽ ഈ പ്ലെയിനിന്റെ ബിലോ അല്ലെങ്കിൽ എബോ ഇങ്ങനെയുള്ള ടേമുകളെല്ലാം കേട്ട് നമ്മൾ കാതുകൾ തഴമ്പിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഈ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ് എവിടെയാണെന്ന് മനസ്സിൽ തന്നെ മനസ്സിലാവണം. അതായത് എ പോയിന്റ് ഈസ് പ്ലേസ്ഡ് 10 mm above the horizontal plane, അതായത് above HP ഒരു ടൈം കിട്ടി, ആൻഡ് 20 mm in front of VP. അതായത് above HP in front of VP ഒട്ടനെ നമ്മൾ വരയ്ക്കും. എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. കാരണം ആ ടേം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. എന്തുവാ? above HP in front of VP. അപ്പൊ ഇവിടെ പുതിയതായിട്ട് നമ്മൾ കണ്ടത് 10 mm എന്നുള്ള ഒരു വാല്യൂ, അതുപോലെ 20 mm എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. അതായത് എക്സാക്ട് പോയിന്റ് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുക. അതായത് ഒരു പോയിന്റ്
ആ പോയിന്റ് നമ്മൾ ബി എന്ന് പേരിട്ട് വിളിച്ചു. ഈ പോയിന്റ് എവിടെ ഇരിക്കുന്നെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 10 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും 10 mm എബോവ് ആയിട്ടാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. അതായത് ഇതിന്റെ ഡിസ്റ്റൻസ് ഈ എച്ച് പി പ്ലെയിനിൽ നിന്നും ഈ പോയിന്റ് ഇരിക്കുന്നിടം വരെ 10 mm ഉണ്ട് ഡിസ്റ്റൻസ്. ഇനി 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ നമുക്കറിയാം. അവിടെ നിന്നും 20 mm ഫ്രണ്ടിലോട്ട് മാറിയായിട്ടാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഒരു 10 mm ഇവിടുന്ന് ഒരു 20 mm കൂടെ വന്നു കഴിയുമ്പോൾ ജോയിന്റ് ചെയ്യുന്ന രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്, ആ പോയിന്റിലാണ് എന്ത് നമ്മുടെ ആ പോയിന്റ് ഇരിക്കുന്നത്? ബി എന്ന് പറയുന്ന പോയിന്റ്. ഫസ്റ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഫസ്റ്റിലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നമ്മൾ ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. ആ ക്വാഡ്രന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത? എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത് നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. നമുക്ക് മനസ്സിലായി 10 mm എബോവ് എച്ച് പി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് എന്താന്ന് പറയാം? 10. ഇതെന്താണ്? 20. എന്താ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 10 mm എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതുപോലെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്. സാധനത്തിന്റെ പ്രൊജക്ഷൻ നമ്മൾ വരയ്ക്കാൻ പോവുക. ഈ പോയിന്റിന്റെയാണ് വരയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ക്വാഡ്രന്റ് ഏതാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു, പോയിന്റ് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി. സോ നമുക്ക് നമ്മുടെ 4 ക്വാഡ്രന്റിന്റെ ആ പ്ലെയിൻ അങ്ങ് വരച്ചു. ആ പ്ലെയിനിൽ നമ്മൾ എന്ത് ഇതിനെ സ്പോട്ട് ചെയ്തു? അതായത് 10 mm എബോവ് എച്ച് പി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമുക്ക് ഇനി ഈ പ്ലെയിനുകളൊന്നും ആവശ്യമില്ല, കാരണം നേരത്തെ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഈ ഒരു പ്ലെയിൻ, 2 പ്ലെയിൻ മാത്രം നമുക്ക് എടുത്താൽ മതി. ഈ പ്ലെയിന്റെ പ്രത്യേകത നമുക്കറിയാം, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഇവിടം വരെ വരും 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിനെ ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് ഫുള്ള് കിട്ടും. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്തു? ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ സ്പോട്ട് ചെയ്തു. ഇതെല്ലാം നമ്മളൊരു ഇമാജിനേഷനിൽ തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പേപ്പറിൽ വരച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളൊന്നുമല്ല. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു, നിങ്ങൾ എന്ത് ചെയ്തിരുന്നത്? ഫുള്ള് പ്ലെയിനും വരച്ച് ഫസ്റ്റ് പ്രോബ്ലത്തിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെക്കാം. അല്ലാതെ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടി ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കുക. നേരത്തെയൊക്കെ നമ്മൾ എബോവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നൊക്കെ പറയുന്നുള്ളായിരുന്നു. ഇപ്പൊ ഡയമെൻഷൻ കൊണ്ടുവന്നു. ആ ഡയമെൻഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും എന്നുള്ള കൺസെപ്റ്റ് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൊജക്ഷൻ വരയ്ക്കണം അല്ലെ? പ്രൊജക്ഷൻ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്ലെയിനിൽ എവിടെയാണ് ആ പോയിന്റ് എന്ന് നമ്മൾ കണ്ടെത്തി. അതായത് 10 mm അബോവ്, 20 mm ഇൻ ഫ്രണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുക. ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നോക്കി എന്തായിരിക്കും? പ്രൊജക്ടർ ലൈൻസ് വരച്ച് നോക്കിയാൽ ആ പോയിന്റ് നമുക്ക് കിട്ടും. ഇതൊക്കെ പോയിന്റ് ആണ്, കണ്ട സർക്കിൾ ആണെന്ന് തോന്നും. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര ലാർജ് ആക്കി വരച്ചിരിക്കുന്നത്. ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ ഈ പ്ലെയിനിൽ കിട്ടി. അതായത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ നോക്കി. ടോപ്പ് വ്യൂ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ ടോപ്പ് വ്യൂ അതിന്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. So the point is seen from the front side. When it's seen from front side, it is projected on the VP as B dash. നമ്മൾ ഈ ഒരു പോയിന്റിനെ പ്രൊജക്ടേഴ്സ് ഉപയോഗിച്ച് ഇങ്ങോട്ട് ലൈൻ വരച്ചപ്പോൾ നമുക്ക് ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. ആ ഒരു പോയിന്റിലാണ് എന്ത് ഇവിടുത്തെ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ലഭിച്ചത്. ആ പോയിന്റിനെ നമ്മൾ ബി ഡാഷ് എന്ന് നെയിമിംഗ് ചെയ്തു. അതിനെ ആ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലിവേഷൻ. When it's seen from the top, അതായത് ടോപ്പിൽ നിന്ന് നോക്കിയപ്പോൾ, it will be projected on HP as B. അതായത് ഈ പോയിന്റിനെ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിയപ്പം ആ പോയിന്റ് നമുക്ക് ഈ പ്ലെയിനിൽ ലഭിച്ചു. എവിടെയായിട്ടാണ്? ഇവിടെയാണ്. അതിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു വ്യൂവിനെ, അതായത് ഈ ഒരു വ്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ പോയിന്റിന്റെ ടോപ്പ് വ്യൂ എന്നും ഈ വ്യൂവിനെ നമ്മുടെ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ എന്നും വിളിക്കും. നേരത്തെ ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു, ഇപ്പൊ ആ ഒബ്ജക്റ്റിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് നമ്മൾ ഒരു പോയിന്റ് ആണ് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ലഭിച്ച ഈ ഒരു പോയിന്റ് നമ്മൾ ബി ഡാഷ് എന്ന് വിളിച്ചു. ഇതിന്റെ ടോപ്പ് വ്യൂ ലഭിച്ച ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലഭിച്ച ഈ ബിയെ നമ്മൾ
എന്ത് വിളിച്ചു? ബി എന്നും വിളിച്ചു. ഇനി അടുത്തത് rotate the HP through 90 degree in the clockwise sense so that it will match with the vertical plane and become one plane. ഒറ്റ പ്ലെയിൻ ആയിട്ട് നമുക്ക് അതായത് നേരത്തെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇതിനെ ഒറ്റ പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടും. എന്നാലല്ലേ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് അത് ഒരേപോലെ പ്ലെയിൻ ആയിട്ട് വരത്തുള്ളൂ. നേരത്തെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരുന്നല്ലോ, ഇപ്പൊ ഒറ്റ പ്ലെയിൻ ആയിട്ട് നമുക്ക് ലഭിക്കും. പിന്നെ സെൻട്രിൽ കൂടെ ഒരു റെഫറൻസ് ലൈനും പോകുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ നമുക്ക് എവിടെ ലഭിച്ചിരിക്കുന്നത്? ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ നിവർത്തി. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഈ പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. നമുക്ക് അതിനെ മാർക്ക് ചെയ്ത് കിട്ടി. ഇനിയിപ്പോ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. ഇതിനെ നിവർത്തി ഒബ്ജക്റ്റിനെ മാറ്റി. ഇതിന്റെ വ്യൂസ് ആണ് ഈ വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിനിലും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ ആ പ്ലെയിൻ നമ്മൾ നിവർത്തി വെച്ച് നോക്കിയപ്പം നമുക്ക് താണ്ട 10 mm എബോവ് റെഫറൻസ് ലൈൻ ആയിട്ടാണ് ബി ഡാഷ് കിട്ടിയത്. 20 mm ഡിസ്റ്റൻസിലാണ് എന്ത് നമുക്ക് ബിയും കിട്ടിയത്. അപ്പൊ പ്ലെയിനിൽ നമ്മൾ വരച്ച പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ നിവർത്തിയപ്പം ഇതിന്റെ ഡിസ്റ്റൻസ് 10ഉം ഇതിന്റെ ഡിസ്റ്റൻസ് 20ഉം. അപ്പൊ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ആ പ്ലെയിൻ ഒന്ന്, അതായത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആ പ്ലെയിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് 10 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാ പറഞ്ഞിരുന്നത് അല്ലെ? 10 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമുക്കറിയാം ആ പോയിന്റ് ഇതാ ഇവിടെ ഇരുന്നത്. ആ പോയിന്റിനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഇവിടെയാണ് അതിന്റെ വ്യൂ നമുക്ക് ലഭിച്ചത്. നിങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ റെഫറൻസ് ലൈനിൽ നിന്നും ഈ പോയിന്റ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? ഇതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഉണ്ടാവുന്നത്. കാരണം എന്താ? ഇതിന്റെ വ്യൂ ആണ് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിച്ചത്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് 10 mm എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നാണെങ്കിലും ആ ഡിസ്റ്റൻസ് ശരിക്കും എവിടെയാണ് ലഭിക്കുന്നത്? ഇവിടെയാണ് ലഭിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് എന്തിവിടെ 10 വന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്ത ടൈം പറഞ്ഞിരുന്നത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഇവിടെയാണ്. അതായത് ഇത് 20 എന്നുമാണ് പറഞ്ഞിരുന്നത്. ആ വ്യൂ, അതായത് ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചത് എവിടെയാണ്? ഈ പോയിന്റിലാണ്. അപ്പോൾ ഈ 20 എന്ന് പറയുന്നത് ഈ റെഫറൻസ് ലൈനിന്റെ ഇവിടെ നിന്നും ഇവിടെ വരെ എത്രയാണ്? 20 ആണ്. സോ ഇതിനെ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ എന്ത് ലഭിച്ചു നമുക്ക്? ഇത് 10 എന്നും ഇത് 20 എന്നും. അതാണ് ഈ 10ഉം ഈ 20. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് എബോവ് 10 mm എബോവ് HP. ആ 10 mm തന്നെയാണ് എന്ത്? ഈ പ്ലെയിനിൽ നമുക്ക് കിട്ടിയ പോയിന്റിന്റെ ഡിസ്റ്റൻസ്. അപ്പം ഇവിടുത്തെ 10, ഇവിടുത്തെ പോയിന്റ് നമുക്ക് ലഭിച്ചത് ഇവിടെയാണ്. സോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എത്ര mm? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതിന്റെ ടോപ്പ് വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയത് ഈ പോയിന്റിലാണ്. സോ അതിന്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഈ പ്ലെയിൻ രണ്ടും, അതായത് ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നിവർത്തിയപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഈ ഒരു സെക്ഷൻ, ഈ വ്യൂ, അതായത് അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. റെഫറൻസ് ലൈനിൽ നിന്നും 10 mm എബോവ് ആയിട്ടാണ് ആ പോയിന്റ് നമ്മൾ സ്പോട്ട് ചെയ്തത്. അതേപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനിൽ റെഫറൻസ് പ്ലെയിനിന് താഴോട്ട് 20 mm ഡിസ്റ്റൻസിലാണ് നമുക്ക് ഇതും ലഭിച്ചിരിക്കുന്നത്. Now the front view B dash will remain above the reference line XY as earlier, but the top view B will be placed below the reference line. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റ് ഒക്കെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഒക്കെ ഏത് റെഫറൻസ് ലൈനിന്റെ മുകളിലാണോ താഴെയാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ്. എനിക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാവും. സോ നമ്മളിപ്പം പ്ലെയിനിൽ നിവർത്തി വെച്ച കാര്യം വരെ പറഞ്ഞു. നമുക്ക് ആ പ്ലെയിനിൽ എവിടെയാണ് ആ പോയിന്റ് ലഭിച്ചതെന്ന് പറഞ്ഞു. 10 mm എന്നുള്ള, അതായത് എബോവ്, അതായത് ഫ്രണ്ട് വ്യൂ ലഭിച്ച ഈ ബി ഡാഷ് എന്ന് പറയുന്നത്, നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ വരയ്ക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ പോയിന്റിന്റെ നെയിമിങ് നമ്മൾ എപ്പോഴും ഡാഷിലായിരിക്കും കാണിക്കുന്നത്. തിരിച്ചറിയാൻ വേണ്ടിയാണ് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നത് എപ്പോഴും നമ്മൾ ബി ഡാഷിലാണ് കാണിക്കുന്നത്. സോ 10 mm എബോവ് എന്നും 20 mm എബോവ് HP എന്നുള്ള ആ ഒരു ഇത് നമുക്കിവിടെ കിട്ടി. സോറി, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ളതും അതുപോലെ 10 mm എബോവ് HP എന്നുള്ളതും നമുക്കിവിടെ കിട്ടി. സോ നമ്മൾ ഈ പ്ലെയിൻ, അതായത് ഈ പ്ലെയിൻ നമ്മൾ നിവർത്തിയതുകൊണ്ടാണ് ഈ പ്ലെയിൻ ഇപ്പോഴും ഇങ്ങനെ കാണുന്നത് അല്ലെ? ഇനി നമുക്ക് ഈ പ്ലെയിനെ അങ്ങ് ഒഴിവാക്കാം. സോ ദ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് വരയ്ക്കാൻ പറഞ്ഞ നമ്മുടെ ഡ്രോയിങ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും.
ഇതിന്റെ മുമ്പോട്ട് കണ്ടതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമാണ്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ആ പേപ്പർ വരച്ചു പോകേണ്ട കാര്യങ്ങളല്ല. നമ്മുടെ ആൻസർ ഇതാണ്. ആൻസർ എങ്ങനെ വരച്ചത്? നമ്മളോട് പറഞ്ഞിരുന്നത് ഇതേപോലെ ഒരു പ്ലെയിനില് ഇത്ര mm ഇൻ ഫ്രണ്ട് ആയിട്ടും, അതായത് ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്, ഇത്ര mm എബോവ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ആ പോയിന്റിന്റെ എന്താണ് വരയ്ക്കാൻ പറഞ്ഞിരുന്നത്? ക്വസ്റ്റ്യന്റെ നോക്കി വരയ്ക്കാൻ പറഞ്ഞിരുന്നത് ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ആണ്. ഈ രണ്ടെണ്ണമാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്. സോ അതില് ഈ പോയിന്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഈ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ ലഭിച്ചു. സോ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഇത്ര mm എബോവ് ആയിരുന്നു, എന്ത് 10 mm എബോവ് ആയിരുന്നു അത്. ആ 10 mm ആണ് നമുക്ക് ഇവിടെ ലഭിച്ചത്. 10 mm എബോവ് ആയിട്ട് ഒരു പോയിന്റ് ലഭിച്ചു. അത് ബി ഡാഷ് ആണ്, വെർട്ടിക്കൽ പ്ലെയിനിലാണ് ലഭിച്ചത്. അതുകൊണ്ട് ബി ഡാഷ് എന്ന് കൊടുത്തു. ഇതാണ് എന്ത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്തായിരുന്നു? ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഇത്ര mm അല്ലെ 20. അത് തന്നെയാണ് എന്ത് ഇവിടെ ലഭിക്കുക, കാരണം ഇവിടെ അല്ലേ ആ പോയിന്റ് ലഭിച്ചത്. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. ഇത് നിവർത്തിയപ്പോൾ 20 mm എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ ലഭിച്ചു. അങ്ങനെ പോയിന്റ് നമ്മൾ എടുത്തു. സോ സിൻസ് എച്ച് പി ആൻഡ് വി പി ആർ അസ്യൂംഡ് ടു ബി എ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദി റെഫറൻസ് ലൈൻ. അതായത് ഇതാണ് റെഫറൻസ് ലൈൻ. ഫ്രണ്ട് വ്യൂ ഈ കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ ഈ കാണുന്നതാണ് ടോപ്പ് വ്യൂ. അതിന്റെ ഡയമെൻഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രൊജക്ഷൻ ലൈൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ ചോദിച്ചു, ഇതൊന്നും നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മുടെ ഇമാജിനേഷനകത്ത് വേണമെങ്കിൽ റെഫറൻസ് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്പോട്ട് ചെയ്ത് വരച്ചു വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക. ഫൈനൽ നമ്മുടെ അതേ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ നോ നീഡ് ടു ഡ്രോ ദി എഡ്ജസ് ഓഫ് ദ പ്ലെയിൻ, ദ പ്രൊജക്ഷൻ പോയിന്റ് വിൽ ബി ഷോൺ. നമുക്ക് ജസ്റ്റ് ആ പ്രൊജക്ഷൻ പോയിന്റ് മാത്രം കാണിച്ചാൽ മതി. അത് എത്ര mm എബോവ് ആണ് റെഫറൻസ് ലൈൻ, എത്ര mm ബിലോ ആണ് റെഫറൻസ് ലൈൻ നമ്മൾ വരച്ച് കാണിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായി 10 എവിടെ നിന്ന് കിട്ടി, അതുപോലെ 20 എവിടെ നിന്ന് കിട്ടി നമുക്ക് മനസ്സിലായി. വേണം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് നമ്മുടെ 20 mm ഇൻ ഫ്രണ്ട് ആയിരുന്നു. സോ ഇവിടെ ടോപ്പ് വ്യൂ നമുക്ക് ലഭിക്കുമ്പോൾ റെഫറൻസ് ലൈനിൽ നിന്ന് ഇവിടെ വരെ എത്ര ഉണ്ടാവും? ഇതേ 20 തന്നെ ഉണ്ടാവും. ഇതേപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഈ പോയിന്റിലാണ് ലഭിക്കുന്നത്. ആ പോയിന്റ് ലഭിക്കുമ്പോൾ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്ര mm ഉണ്ടാവും? 10 mm ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ഈ പോയിന്റ് എത്ര mm എബോവ് ആയിരിക്കും? 10 mm എബോവ് ആയിരിക്കും. ഇത് എത്ര mm ബിലോ ആയിരിക്കും? 20 mm ബിലോ ആയിരിക്കും. ഈ കിട്ടിയത് ഫ്രണ്ട് വ്യൂവും ഈ കിട്ടിയത് അതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ സ്പോട്ട് ചെയ്തത്. ഇത് 10 mm എബോവ് റെഫറൻസ് ലൈൻ, 10 mm ബിലോ 20 mm റെഫറൻസ് ലൈൻ. ഇതാണ് നമുക്ക് ലഭിച്ച ഫൈനൽ റിസൾട്ട്. നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങൾ ഡ്രോയിങ്ങിൽ കുറച്ചുകൂടെ വലുതാക്കി വരച്ചാണ്. ഇതാണ് നിങ്ങളുടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ആ പോയിന്റിനെ അവർ എ എന്ന് മെൻഷൻ ചെയ്തതുകൊണ്ടാണ് എ ഡാഷ് എന്ന് വന്നത്. ഞാൻ അതിനെ ബി എന്ന് വിളിച്ചതുകൊണ്ട് അതിനെ ബി ഡാഷ് കൊടുത്തു. എന്ത് തന്നെയാണെങ്കിലും ഡാഷ് വരുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന ഇതാണ്. ഇത് വെർട്ടിക്കൽ പ്ലെയിനും ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും. ഡയമെൻഷൻസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് 20, 10. ഇതാണ് അതിന്റെ പ്രൊജക്ഷൻ ലൈന്. ഇത് റെഫറൻസ് ലൈന് XY പോയിന്റ് 2 പോയിന്റ് കിട്ടിയിരിക്കുന്നു. ഇത് 10 mm, ഇത് 20 mm. ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് ഫൈനലായിട്ട് വരുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത്ര വരച്ചാൽ മതി. ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായതെല്ലാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൃത്യമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഒന്നും കൂടെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ പറയുന്നത് എ പോയിന്റ് എ ഈസ് 20 mm എബോവ് ദി HP. വീണ്ടും എബോവ് ദി HP പറഞ്ഞിരിക്കുന്നു. എബോവ് ദി HP പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ. മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുക. എബോവ് HP ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 20 mm എബോവ് HP എന്ന് പറഞ്ഞു. ശരി, ഇത് ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആവാം, സെക്കൻഡ് ക്വാർട്ടറിന്റെ ആവാം. ആൻഡ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. VPക്ക് മുന്നിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വീണ്ടും എന്താണ്? ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആണ്. അപ്പം ക്വാർട്ടറിന്റെ ഐഡന്റിഫൈ ചെയ്തു, ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആണ്. അപ്പൊ എത്ര mm എബോവ് ആണ് HP? 20 mm എബോവ് HP യിലും
40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലാണ് ആ പോയിന്റ് നിൽക്കുന്നത്. ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്. നേരത്തെ കണ്ട അതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ. എന്റെ മനസ്സിലാണ് ഞാൻ ഈ പ്ലെയിൻസ് കൺസിഡർ ചെയ്തത്. ആ പോയിന്റ് ഞാൻ മനസ്സിൽ വെച്ചു. എനിക്ക് അതിന്റെ ഡയമെൻഷൻ ഒന്നും ഇപ്പൊ കൃത്യമായി അറിയാം. ഞാൻ മനസ്സിൽ വിചാരിച്ചു. നമ്മളതൊന്നും പേപ്പറിലോട്ട് വരയ്ക്കേണ്ട, നമ്മുടെ മനസ്സിൽ മാത്രം നമ്മളിത് വിചാരിച്ചു. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ആ ക്വാഡ്രന്റിൽ ആ പോയിന്റിനെ സ്ഥാപിച്ചു. കൃത്യമായി ആ പോയിന്റിന്റെ അകലം ഞാൻ പാലിച്ചു നിർത്തിയിട്ടുണ്ട്. 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. കൃത്യമായി ഞാൻ എന്റെ മനസ്സിൽ അതിനെ ഫീഡ് ചെയ്തു. 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. 20 mm എബോ എച്ച് പി ഞാൻ അത് മനസ്സിൽ ഫീഡ് ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്. ആ ക്വാഡ്രന്റിന്റെ 40 mm വരെ ഡിസ്റ്റൻസിലാണ്, അതായത് ഇൻ ഫ്രണ്ട് ഓഫിലാണ് പോയിന്റ് നിൽക്കുന്നത്. താഴത്തെ പ്ലെയിൻ, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് ഏകദേശം 20 mm വരെ എബോവിലാണ് ആ പോയിന്റ് ഇപ്പം നിൽക്കുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങൾ മനസ്സിൽ കാണുന്നതാണ് ഇതിൽ കാണുന്നത്. സോ ഞാൻ അതിന്റെ വ്യൂസ് നോക്കി. ഫ്രണ്ട് വ്യൂ നോക്കി. ഫ്രണ്ട് വ്യൂ ഫസ്റ്റ് നോക്കിയപ്പോൾ എന്ത് കിട്ടി? എനിക്ക് ആ പോയിന്റിന്റെ വ്യൂ എവിടെ ലഭിച്ചു? വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിച്ചു. അതേപോലെ തന്നെ ഞാൻ ടോപ്പ് വ്യൂ അതിന്റെ നോക്കി. ടോപ്പ് വ്യൂ നോക്കിയപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അതിന്റെ ടോപ്പ് വ്യൂ കിട്ടി. എല്ലാം മനസ്സിൽ ഞാൻ ആലോചിച്ച് വെക്കുക. അപ്പൊ ഈ പോയിന്റുകളെല്ലാം എനിക്ക് ഇപ്പൊ എവിടെ കിട്ടി? വെർട്ടിക്കൽ പ്ലെയിനിലും കിട്ടി, ഹൊറിസോണ്ടൽ പ്ലെയിനിലും എനിക്ക് ആ പോയിന്റുകൾ കിട്ടി. ആ കിട്ടിയ പോയിന്റുകളെ ഞാൻ നെയിമിംഗ് കൊടുത്തു. എ ഡാഷ്. വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ മെൻഷൻ ക്യാപിറ്റൽ എ എന്നാണ് ആ പോയിന്റിന്റെ പേര്. അതിന്റെ വ്യൂ ആയതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ കൊടുത്തു. അതുപോലെ അതിന് ഡാഷും കൊടുത്തു. എ ഡാഷ്. എന്റെ ടോപ്പ് വ്യൂ ലഭിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ എ എന്ന് വിളിച്ചു. വെർട്ടിക്കൽ പ്ലെയിനിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് ലഭിച്ചു. അതിനെ ഞാൻ എ ഡാഷ് എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടെ അറിയാം, ഇവിടെ എത്രയായിരുന്നു? 40 mm ഇൻ ഫ്രണ്ട് എന്നും, അതുപോലെ ഇവിടെ എത്രയായിരുന്നു? 20. ഡയമെൻഷൻ കൃത്യമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും 40-20 എന്ന കണക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ്, അതായത് എന്റെ വ്യൂ ലഭിച്ചതും പോയിന്റിൽ നിന്ന ഡിസ്റ്റൻസ് 40. അതാണല്ലോ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എന്റെ ടോപ്പ് വ്യൂ ലഭിച്ച ഈ പോയിന്റ് എന്റെ വ്യൂവിൽ നിന്നും യഥാർത്ഥ പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 20. അതായത് 20 mm എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ എനിക്ക് ഈ ഡിസ്റ്റൻസ് ഇപ്പം റെഫറൻസ് ലൈനിൽ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാക്കും? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ, അതായത് ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്ര ഉണ്ട്? എനിക്ക് 20 ഉണ്ട്. ഈ റെഫറൻസ് പോയിന്റ് ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്രയുണ്ട്? എനിക്ക് 40 ഉണ്ട്. സോ എനിക്ക് ഇതിനെ ഒന്ന് നിവർത്തി വെച്ച് നോക്കിക്കൂടെ? ഇതിനെ ഞാൻ ആ പോയിന്റിനെ ഞാൻ ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ വരച്ചപ്പോൾ എനിക്ക് ഇവിടെ ലഭിച്ചു, ഇത് 20 എന്ന് ലഭിച്ചു അല്ലെ? കാരണം ഇതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇവിടെ വരുന്നത്. അതേപോലെ ഇവിടുത്തെ അതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ എനിക്ക് ഇവിടെ വരുന്നത്. സോ എനിക്ക് ഈ പോയിന്റിന്റെ വ്യൂ രണ്ടെണ്ണം ലഭിച്ചു, അതിന്റെ ഡയമെൻഷൻ ലഭിച്ചു. ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് നിവർത്തി നോക്കുക. അതായത് നമുക്കറിയാം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ? 90 ഡിഗ്രി നിവർത്തി. അപ്പൊ ഏകദേശം ഇത് കറക്റ്റ് ഈ പ്ലെയിൻ ഇവിടെ ഇങ്ങനെ നിവർന്ന് കിട്ടും. 90 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തത്. സോ എനിക്ക് അപ്പൊ ഈ പോയിന്റ് എന്ത് ലഭിച്ചു? താഴെ ലഭിച്ചു. ഞാൻ ആ നിവർത്തി വെച്ച ഡ്രോയിങ് ഇവിടെ ഉണ്ട്. ഈ ഡ്രോയിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ എ ഡാഷ് ലഭിച്ചു, എയും ലഭിച്ചു. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? ആ പ്ലെയിൻസ് ഒക്കെ റിമൂവ് ചെയ്ത് മാറ്റി. എന്നിട്ട് നേരത്തെ കണ്ട അതേ റിസൾട്ടിലോട്ട് തന്നെ നമ്മൾ ഫൈനലി എത്തി. എന്റെ എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്, അതായത് എന്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് ലഭിച്ചത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അത് ഇത്ര mm എബോവ് ആയിരുന്നു. ഏത്? എച്ച് പിയിൽ. അതായത് 20 mm എബോവ് എച്ച് പിയിലാണ് ആ പോയിന്റ് എന്ന് പറഞ്ഞു. ആ ഡിസ്റ്റൻസ് എനിക്ക് വി പിയിൽ ഇപ്പൊ കിട്ടി, 20 mm ആണെന്ന്. അതേപോലെ തന്നെ അവർ പറഞ്ഞിരുന്നത് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാ പറഞ്ഞിരുന്നത്. നമ്മൾ അതിന്റെ പ്രൊജക്ഷൻ വരച്ചപ്പം നമുക്ക് ആ പോയിന്റ് എത്ര mm ഉണ്ട്? ഈ ഒരു പോയിന്റും റെഫറൻസ് തമ്മിൽ 40. നമ്മുടെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പോയിന്റ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി 40യും ഇത്ര mm എബോവ് എച്ച് പി, അതായത് 20 mm എബോവ് എച്ച് പി എന്ന് പറഞ്ഞു. ഈ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത്? ഈ ഡിസ്റ്റൻസ്. എന്റെ ഇവിടെ കിട്ടിയ ഫ്രണ്ട് വ്യൂവിനും ഈ റെഫറൻസ് ലൈനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20. ഇനി ഇത്ര mm, അതായത് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഈ ലൈൻ, അതായത് എനിക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ലഭിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. സോ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് എന്റെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഈ ഒരു വ്യൂ വരെ എനിക്ക് എത്രയുണ്ട് ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് തന്നെ, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 40. സോ എനിക്ക് 40 ലഭിച്ചു. സോ ഇതാണ് നമ്മൾ ഫൈനലി വരയ്ക്കേണ്ട ആ ഒരു പ്രോബ്ലത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ കാണുന്ന, അപ്പം നേരത്തെ ഞാൻ ഒരു 5-6 സ്റ്റെപ്സ് കാണിച്ചു. ഇപ്പൊ ആ സ്റ്റെപ്പുകൾ കുറഞ്ഞു.
സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് വരാം. എ പോയിന്റ് ബി, ആ പോയിന്റിനെ ഞാൻ ബി എന്ന് വിളിക്കുന്നു, is 50 mm above HP. മനസ്സിൽ കൊണ്ടുവരിക 50 mm above HP. അപ്പൊ രണ്ട് ക്വാഡ്രന്റിൽ ഏത് ക്വാഡ്രന്റ് വേണമെങ്കിലും ആവാം. 25 mm behind VP. ഓക്കെ, മനസ്സിലാക്കി. നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എന്താണ്? 50 mm above HP യും 25 mm behind VP. Draw the projection of points. വളരെ സിമ്പിൾ. നമ്മൾ ആ പോയിന്റിനെ നോട്ട് ചെയ്തു. ഈ പോയിന്റിനെ എങ്ങനെ പറഞ്ഞിരിക്കുന്നവര്, അതായത് VP യിൽ നിന്നും 25 mm ബിഹൈൻഡ് എന്നും HP യിൽ നിന്ന് ഇത്ര mm എബോവ് എന്നാണ് അതിന്റെ ഡയമെൻഷൻ ഞാൻ മാർക്ക് ചെയ്തത്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വ്യൂ എന്ത് ചെയ്യാം? ഇവിടെ വരയ്ക്കാം. ഇതിപ്പോ ടോപ്പ് വ്യൂ ഇവിടെ വരച്ചു. ടോപ്പ് വ്യൂ ഞാൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരച്ചു. ഫ്രണ്ട് വ്യൂ ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണേലും അവിടെ നിന്നാണേലും ഫ്രണ്ട് വ്യൂ എനിക്ക് ഇവിടെ ലഭിച്ചു. അപ്പൊ ഈ 50 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയല്ലേ ഈ റെഫറൻസ് ലൈനിൽ നിന്നും ഈ ഒരു വ്യൂ വരെ, അതായത് എന്റെ ഫ്രണ്ട് വ്യൂ വരെ എനിക്ക് എത്രയാണ്? 50 ഉണ്ട്. പ്ലെയിനിലോട്ട് ഞാനത് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇതിന്റെ ടോപ്പ് വ്യൂവിൽ നിന്നും എനിക്ക് റെഫറൻസ് ലൈൻ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 25 ഉണ്ട്. കാരണം ഇതിനും ഇതും സെയിം ആണ്, 25. നമ്മൾ നേരത്തെ ഉള്ള കടമ്പകളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു. നമ്മൾ നേരിട്ട് ഇപ്പൊ ആ പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്ത് വന്നു. ഇതാണ് നമ്മുടെ പോയിന്റ്. നേരത്തെ കണ്ടതിൽ നിന്നൊരു വ്യത്യാസം. നേരത്തെ നമ്മൾ കണ്ട XY ലൈനിന്റെ മുകളിലോട്ടും താഴോട്ടും നമ്മൾ പോയിന്റ് വരച്ചു. ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നു. എന്തായിരിക്കാം? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടുത്തെ പ്ലെയിനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് ഇങ്ങോട്ട് 90 ഡിഗ്രി ക്ലോക്ക് വൈസും ഇത് ഇങ്ങോട്ട് 90 ഡിഗ്രി ക്ലോക്ക് വൈസും. സോ ഈ പ്ലെയിൻ എവിടെ ചെന്ന് മുട്ടി നിൽക്കും? നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ ചെന്ന് HP പ്ലെയിൻ മുട്ടി നിൽക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു പോയിന്റും നമുക്ക് ഈ പ്ലെയിനിൽ തന്നെ ലഭിക്കും. ഇത് പോയിന്റ് ഓൾറെഡി ഈ പ്ലെയിനിൽ ഉള്ളതാണ്. ഈ പ്ലെയിനും കൂടി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് 25 അല്ലായിരുന്നു, 25 തന്നെ ഇവിടെ വരും. ആ പ്ലെയിൻ ഇങ്ങോട്ട് നമ്മൾ വെച്ചല്ലോ. അപ്പൊ 25 പോയിന്റ് ഇതാ ഇവിടെ വന്നു. ആ പോയിന്റിന്റെ റെഫറൻസ് ലൈനിൽ നിന്ന് HP യിൽ ഉണ്ടാക്കി കിട്ടിയ ആ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരും. അതേപോലെ തന്നെ അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഉണ്ടായിരുന്ന വ്യൂ ഇവിടെ തന്നെ വരും, അതായത് ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇനി നമുക്ക് ആ റിസൾട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും. അതായത് റെഫറൻസ് ലൈനിന് മുകളിലോട്ടായിട്ടാണ് എനിക്ക് രണ്ടും കിട്ടിയത്. നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിനും അതുപോലെ തന്നെ ഫോർത്ത് ക്വാഡ്രന്റിന് പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒബ്ജക്റ്റ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമെന്ന്. അതേ സമയത്ത് ഫസ്റ്റിന്റെ അതുപോലെ തേർഡിന്റെ മാത്രം നമുക്ക് എന്ത് സെപ്പറേറ്റ് ആയിട്ട് പോയിന്റുകൾ ഇതുപോലെ കിട്ടും. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഒന്നില്ലെങ്കിൽ ഇത് VP ആയിരിക്കും, ഇത് HP ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചായിരിക്കും, ഇത് HP ആയിരിക്കും, ഇത് VP ആയിരിക്കും. സോ ഫസ്റ്റിനും തേർഡിനും മാത്രം നമുക്ക് നേരത്തെ കണ്ട കണക്കത്തെ റിസൾട്ട് വരത്തുള്ളൂ, ഇതേപോലെ. പക്ഷെ സെക്കൻഡിനും ഫോർത്തിനും വരുമ്പോൾ സെക്കൻഡിന് വന്നുകൊണ്ടാണ് എബോവ് വന്നത്. ഫോർത്തിന്റെ ആണ് എന്ത് വരും? ബിലോ വരും. കാരണം എന്താ? ഈ നമ്മുടെ ക്വാഡ്രന്റ് ഫുൾ ആയിട്ടിരിക്കുന്ന ക്വാഡ്രന്റിന്റെ ഈ പ്ലെയിനും, അതായത് ഫോർത്ത് ക്വാഡ്രന്റ് വരുന്ന ഈ പ്ലെയിൻ ഇങ്ങോട്ടല്ലേ വരുന്നത്. സോ ഇത് റെഫറൻസ് ലൈന് താഴെയായിട്ടായിരിക്കും ഈ പോയിന്റുകൾ വരിക. സോ അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ഷൻ. മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാവാതെ നമുക്ക് ആ പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്തെന്ന് മനസ്സിലാവത്തില്ല. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ ഭാഗമായിട്ടൊരു ഹോംവർക്ക് പോലെ എല്ലാവരും ഹോംവർക്ക് തന്നെ ഉള്ളത് കൊണ്ട് അതിന്റെ വർക്കായിട്ട് എടുക്കേണ്ട ഒരു അസൈൻമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിനുള്ള ഒരു 3 പ്രോബ്ലം ഞാനിവിടെ തരുവാണ്. സോ ഒരു പോയിന്റ് എ പോയിന്റ് C എന്ന് മാർക്ക് ചെയ്യുക. 15 mm ബിലോ HP, 30 mm ബിഹൈൻഡ് ദ VP. അതായത് ക്വാഡ്രന്റ് ഏതാണെന്ന് തിരിച്ചറിയുക. 15 mm ബിലോ HP. ബിലോ HP എന്ന് പറയുമ്പോൾ തേർഡും വരാം, ഫോർത്തും വരാം. 30 mm ബിഹൈൻഡ് VP. സ്വാഭാവികമായിട്ട് അപ്പൊ തേർഡ് ക്വാഡ്രന്റിലാണ് പോയിന്റ് ഇരിക്കുന്നത്. ആ പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് മനസ്സിൽ വെക്കുക. അതായത് 15 mm ബിലോ HP ആണ് ആ പോയിന്റ് നിൽക്കുന്നത്, 30 mm ബിഹൈൻഡ് VP ആണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം HP റൊട്ടേറ്റ് ആവും 90 ഡിഗ്രി മുകളിലേക്ക്. സ്വാഭാവികമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് കിട്ടിയ പോലെ തന്നെ ഒരു വ്യൂ ആയിരിക്കും ലഭിക്കുക. അതൊന്ന് വരച്ച് നോക്കുക. സോ second question, a point D is 25 mm below the HP and 10 mm in front of VP. ഫോർത്ത് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും എങ്ങനെയാണ് ആ പോയിന്റ് വരുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ
പഴയ വീഡിയോയിൽ പോയി നമ്മുടെ ഓരോ ക്വാർട്ടറിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ അതിന്റെ വ്യൂ എങ്ങനെയാണ്, എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളത് ഇപ്പൊ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അതേ കൺസെപ്റ്റിൽ തന്നെ നമ്മുടെ തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും എങ്ങനെയാണ് ഈ പ്രൊജക്ഷൻ പോയിന്റ് വരയ്ക്കുന്നതെന്ന് നോക്കുക. ഇപ്പം കണ്ട ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിനെ ബേസ് ചെയ്ത് വന്ന പ്രോബ്ലത്തിൽ കണ്ട അതേ മെത്തേഡിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടറിലും വരുന്ന പോയിന്റ് വരയ്ക്കുക. കൺസെപ്റ്റ്, അതായത് പ്ലെയിൻ എങ്ങോട്ട് റൊട്ടേറ്റ് ആവും, HP-യിലെ പ്ലെയിൻ മാത്രമേ റൊട്ടേറ്റ് ആവത്തുള്ളൂ. അത് ഏതൊക്കെ പ്ലെയിന് എങ്ങോട്ടൊക്കെയാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കൃത്യമായി ഇപ്പൊ അറിയാം. അതനുസരിച്ചിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് വരുന്നതെന്ന് വരച്ച് നോക്കുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ, അതായത് ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് ഓൺ എ കോമൺ റെഫറൻസ് ലൈൻ. ഈ കണ്ട രണ്ട് പ്രോബ്ലം, ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ് രണ്ട് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഐഡിയ നല്ലപോലെ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നേരത്തെ കണ്ട പോയിന്റിനെ നമ്മൾ എവിടെയാണോ സ്കെച്ച് ചെയ്തത് അത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു 5 എണ്ണത്തിന്റെ കൃത്യമായി തന്നെ ഒരു റെഫറൻസ് ലൈനിൽ ഒറ്റ റെഫറൻസ് ലൈൻ വരച്ചിട്ട് ആദ്യത്തെ പോയിന്റ് നോക്കുക. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. 35 mm എബോവ് HP എന്ന് പറഞ്ഞു, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ക്വാർട്ടറിന് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 35 mm എബോവ് HP എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യൂ ലഭിക്കുന്നത് എവിടെയായിരിക്കും? ഫ്രണ്ട് വ്യൂ VP-യിലായിരിക്കും ലഭിക്കുന്നത്. അതായത് 35 mm എബോവ് ആയിട്ടായിരിക്കും ഒരു പോയിന്റ് ലഭിക്കുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ് 35 mm ആയിരിക്കും. കാരണം ഇത് ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആയതുകൊണ്ട് ഇത് VP-യും ഇത് HP ആയിരിക്കുമല്ലോ. സോ അടുത്ത പോയിന്റ് പറയുന്നത് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. 25 ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ നമുക്ക് HP പ്ലെയിനിലാണ് എന്ത് ലഭിക്കുന്നത്? അതിന്റെ വ്യൂ ലഭിക്കുന്നത്. അപ്പൊ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 25 mm ഡിസ്റ്റൻസിലായിരിക്കും ഇവിടുത്തെ പോയിന്റ് ഇരിക്കുന്നത്. ഇത് ഫസ്റ്റ് കേസിൽ ഇതാണ് റിസൾട്ട്. അതിന്റെ ഡയമെൻഷൻ കൊടുക്കുക, 35 എന്ന് ഡയമെൻഷൻ ചെയ്യുക. ഇവിടുത്തെ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്രയുണ്ട്? 25. 35 mm എബോവ് HP എന്ന് പറഞ്ഞു. ആ പ്ലെയിനിലാണ് 35 mm എബോവ് HP. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മുടെ പോയിന്റ് ഇരുന്നത് 35 mm എബോവ് HP, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പൊ ഇത് 25. ഇവിടെ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ ലഭിച്ചു, ഇവിടെ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ ലഭിച്ചു. ഇത് നിവർത്തിയപ്പോ കിട്ടിയ പോയിന്റിലെ ഒരു പോയിന്റ് ആണ് അതായത്. അപ്പൊ ഈ പോയിന്റിന്റെ ഇവിടെ റെഫറൻസ് ലൈനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ടോപ്പ് വ്യൂ ലഭിച്ച പോയിന്റ് വരെ എന്ന് പറയുന്നത് എത്രയാണ്? 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അതായത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം റിസൾട്ട് ആയി. ഇതേപോലെ തന്നെ ബാക്കിയും എന്ത് ചെയ്യുക, നോക്കുക എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഇതേ റെഫറൻസ് ലൈനിൽ തന്നെ വരച്ചു പോവുക. ഇതാണ് ഒരു വർക്ക്. അത് കൃത്യമായി തന്നെ വരയ്ക്കുക. വരച്ചിട്ട് പേഴ്സണലി തന്നെ ആൻസറിങ് ചെയ്തത് എനിക്ക് അയച്ചു തരിക. താങ്ക് യു.